സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കും മെയ് മാസ പെൻഷനോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക പെൻഷൻ കൂടി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ ഒരാഴ്ച മുമ്പേ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. 3200 രൂപ വീതമുള്ള ഈ തുക നിങ്ങളുടെ കൈകളിലേക്ക് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായൊരു അറിയിപ്പാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. നേരത്തെ ഇനിയും ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നൽകുവാനുള്ള 3 മാസത്തെ പെൻഷൻ കുടിശ്ശികയിലെ ഒരു ഗഡു തുകയാണ് മെയ് മാസത്തിലെ തനത് പെൻഷൻ തുകയോടൊപ്പം വിതരണം ചെയ്യുക എന്ന് ധനവകുപ്പ് വ്യക്തമാക്കിയിരുന്നു. ഇതിനായി 1800 കോടി രൂപയും വിനിയോഗിക്കുമെന്നും ധനവകുപ്പ് അറിയിച്ചിരുന്നു. 3200 രൂപയും ഒരുമിച്ചാണ് ഗുണഭോക്താക്കളുടെ കൈകളിലെത്തുക. 26 ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുന്നവർക്ക് 1600 രൂപ വീതം ഏതാനും മിനിറ്റുകളുടെയോ മണിക്കൂറുകളുടെയോ വ്യത്യാസത്തിൽ 2 തവണയായി അക്കൗണ്ടിൽ തുക ക്രെഡിറ്റ് ആകും. ഓരോ മാസത്തെയും പെൻഷനായ 1600 രൂപ പ്രത്യേകം അയക്കുന്നത് കൊണ്ടാണ് 2 തവണയായി അക്കൗണ്ടിൽ 3200 രൂപ മൊത്തത്തിൽ എത്തുന്നത്. എന്നാൽ സഹകരണ ജീവനക്കാർ വഴി വീടുകളിൽ പെൻഷൻ തുക എത്തുന്നവർക്ക് ഒറ്റത്തവണയായി തന്നെ 3200 രൂപ കൈകളിൽ ലഭിക്കും. ഈ ഒരു സാഹചര്യത്തിലാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സുപ്രധാനമായ മറ്റൊരു അറിയിപ്പ് കൂടി എത്തിയിരിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നതിന് ഗുണഭോക്താക്കൾ തുക നൽകേണ്ടതില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ഗുണഭോക്താക്കൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നേരിട്ട് വീടുകളിൽ എത്തിക്കുന്നതിന് ഒരു തുകയും ഗുണഭോക്താക്കൾ നൽകേണ്ടതില്ല. പെൻഷൻ വിതരണത്തിനായി സഹകരണ സംഘങ്ങൾക്ക് ഓരോ ഗുണഭോക്താവിനും 30 രൂപ ഇൻസെൻറ്റീവായി സർക്കാർ അനുവദിക്കുന്നുണ്ട്. അതിനാൽ വിതരണക്കാർക്ക് ഗുണഭോക്താക്കൾ അധികമായി യാതൊരു തുകയും നൽകേണ്ടതില്ലെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയിച്ചു. സാമൂഹ്യ ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശികയിൽ ഒരു ഗഡു കൂടി അനുവദിക്കുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ച സാഹചര്യത്തിലാണ് ഈ അറിയിപ്പ് എത്തിയിരിക്കുന്നത്. പെൻഷൻ തുകയുടെ വിതരണം മെയ് പകുതിയോടെ വിതരണം ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതിനാൽ മെയ് 15 ശേഷം 3200 രൂപയുടെ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുന്നതാണ്. വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക.